അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഈ കീൻവ സീഡ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഇതൊരു സൂപ്പർ ഫുഡായി അല്ലെങ്കിൽ എന്തുകൊണ്ട് സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു, ഇത് എങ്ങനെ കഴിക്കാം, എത്ര കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാം, ഇത് എവിടെ വാങ്ങാൻ കിട്ടും, ഇതിൻ്റെ വില എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ ഫുഡ് ശ്രേണിയിലെ 5ാമത്തെ ഐറ്റവുമായിട്ടാണ്. അതായത് ഇതിനു മുമ്പ് 4 സൂപ്പർ ഫുഡുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഏറ്റവും ആദ്യം ചിയാ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, പിന്നെ ലാസ്റ്റ് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിനെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെ വളരെ നല്ല അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും വളരെയധികം പോഷക മൂല്യമുള്ളതും എന്നാൽ നമ്മുടെ നാട്ടിൽ അധികം പ്രചാരത്തിലില്ലാത്തതുമായ, നിങ്ങൾക്ക് അധികം അറിയാൻ സാധ്യതയില്ലാത്തൊരു ധാന്യമാണ്. അതായത് അതാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഉണ്ടാവും, കണ്ടോ? ഈ സീഡിനെ കിനോവ എന്ന് പറയാമെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഉച്ചരിക്കപ്പെടുന്നത് കീൻവ എന്ന പേരിലാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇടയ്ക്ക് കിനോവ എന്നും കീൻവ എന്നൊക്കെ വരും. എന്തായാലും ക്ഷമിച്ചേക്കാം. മറ്റ് സൂപ്പർ ഫുഡുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ധാന്യമാണ് ഈ കീൻവ അല്ലെങ്കിൽ കിനോവ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ കീൻവ സീഡ്സ് എന്നതാണ്. ശരിക്കും കീൻവ എന്നത് ഭക്ഷ്യയോഗ്യമായ വിത്തുകൾക്ക് വേണ്ടി വളർത്തുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ ഉത്ഭവം വടക്കു പടിഞ്ഞാറൻ തെക്കേ അമേരിക്കയിലെ ആൻഡിയൻ പ്രദേശമാണ്. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇത് കന്നുകാലികൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം 4000 വർഷങ്ങൾക്ക് മുമ്പ് മുതലാണ് മനുഷ്യനിത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ ഇത് കെനിയ, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ 70ലധികം രാജ്യങ്ങളിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനെ കണ്ടാൽ ശരിക്കും ഒരു പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു പുല്ലല്ല, മറിച്ച് നമ്മുടെ ചീര, അമരാന്ത് ഇതൊക്കെയായിട്ട് ശാസ്ത്രീയമായിട്ട് ബന്ധമുള്ള ഒരു ധാന്യമാണ് കീൻവ എന്ന് പറഞ്ഞാൽ. ഏകദേശം 120ലധികം വെറൈറ്റീസ് ഓഫ് കീൻവ സീഡ്സ് ഉണ്ടെങ്കിലും ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്നത് റെഡ്, ബ്ലാക്ക്, വൈറ്റ് എന്നീ വെറൈറ്റീസാണ്. അതിൽ തന്നെ നമുക്ക് ഷോപ്സിൽ അധികം വാങ്ങാൻ കിട്ടുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ വെറൈറ്റി എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വൈറ്റ് കേട്ടോ. അതാണ് ഈ സാധനം. ഇതിൻ്റെ നിറം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ പോഷക ഘടകങ്ങൾ മാറും എന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ 185 ഗ്രാം കുക്ക് ചെയ്ത കീൻവ സീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 220 കിലോ കാലറി ഊർജ്ജം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനർജി അടങ്ങിയിട്ടുണ്ടാവും. 39 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടാവും. 5 ഗ്രാം ഫൈബർ ഉണ്ടായിരിക്കും. ഇനി കൊഴുപ്പുകൾ, അത് പൂരിതവും അപൂരിതവും ഒക്കെ കൂടെ ചേർത്തിട്ട് 3.5 ഗ്രാം ഉണ്ടാകും. 8 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. ബാക്കി ഇതിൽ വെള്ളവുമായിരിക്കും. ഇത് കൂടാതെ ബി വിറ്റാമിനുകളായ B1, B2, B3, B6, B9 എന്നിവയും പിന്നെ കോളിൻ, വൈറ്റമിൻ ഇ എന്നിവയും ധാരാളമായിട്ട് കീൻവ സീഡ്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ധാതുക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ കാൽഷ്യം, കോപ്പർ, അയൺ, മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലീനിയം, സിങ്ക്, സോഡിയം ഇങ്ങനെ ഒരുപാട് ധാതുക്കളും അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രീഷണൽ വാല്യൂ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് കീൻവ സീഡ്സിനെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നു എന്നുള്ളത്. സൂപ്പർ ഫുഡ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡാണ് സൂപ്പർ ഫുഡ്. ഇതിൽ ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ കിനോവ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നായിട്ട് നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോതമ്പ്, ബാർലി ഇങ്ങനെ ചില ധാന്യങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ. സാധാരണഗതിയിൽ ഇത് സേഫ് ആണെങ്കിലും ചിലർക്ക് സീലിയാക് ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവരും ഈ ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് നമ്മുടെ കീൻവ സീഡ്സ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ കീൻവ സീഡ്സിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ക്വെർസെറ്റിൻ, കെംഫറോൾ എന്നീ 2 ഫ്ലേവനോയിഡുകളുണ്ട്. ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഈ ഫ്രീ റാഡിക്കൽസ് മൂലം കോശങ്ങൾക്ക് ഉണ്ടാകുന്ന നാശം തടയുകയും ക്യാൻസർ പോലെയുള്ള പല മാരക രോഗങ്ങളിൽ നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ കിനോവ സീഡ്സിൽ മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുക്ക് ചെയ്ത, പാകം ചെയ്ത 1 കപ്പ് കിനോവ സീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 5.18 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബറിൻ്റെ ഗുണങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അന്നപഥത്തിന് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ശരിയായ ആരോഗ്യം
ആരോഗ്യത്തിനും ആഹാരം നന്നായിട്ട് ദഹിക്കുന്നതിനും പിന്നെ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ തടയാനും ഇനി ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ അന്നപഥത്തിലെ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ട്, അന്നപഥത്തിൽ യൂസ്ഫുൾ ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയുടെ ശരിയായ വളർച്ചയ്ക്കൊക്കെ ഈ ഫൈബർ വളരെ അത്യാവശ്യമാണ്. ഇനി മറ്റൊരു പ്രത്യേകത ഈ കിനോവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ തന്നെയാണ്. മറ്റ് പല ധാന്യങ്ങളുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കപ്പ് കുക്ക് ചെയ്ത കിനോവ സീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 8 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവും. ഇനി ഈ കിനോവയെ വേണമെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഫുഡ് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ, അതായത് മനുഷ്യ ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ സാധിക്കാത്ത 9 അമിനോ ആസിഡുകളും കിനോവയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ മീറ്റിലേക്കാണ് എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഫുഡായിട്ട് കിനോവ സീഡ്സിനെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇനി ഈ കിനോവ സീഡ്സിന് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനുള്ള കഴിവുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകൾ കിനോവ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ, പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്നിവയുടെ അളവിൽ ഗണ്യമായ കുറവ് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ശരീരഭാരം അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയ്ക്കാനും നല്ലൊരു ചോയ്സാണ് ഈ കിനോവ സീഡ്സ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കിനോവ സീഡ്സിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീനും ഫൈബറും കൊണ്ട് ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയും എപ്പോഴും നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. ഇത് അധികമായിട്ട് ആഹാരം കഴിച്ച് പൊണ്ണത്തടി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത, ഈ കിനോവ സീഡ്സിൻ്റെ GI വാല്യൂ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായാൽ ഡയബറ്റിക് പേഷ്യൻസ് സേഫായിട്ട് കഴിക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് വിശപ്പ് കുറയ്ക്കുന്നത് കാരണം അമിതമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഈ കിനോവ സീഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ആഹാരത്തിൽ വളരെ ഈസി ആയിട്ട് ഉൾപ്പെടുത്താമെന്നതാണ്. എങ്ങനെ കഴിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ വേണോ കഴിക്കാം. വേണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ കഴിക്കാം, നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ ഇത് പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഉപയോഗിച്ച് പല സാധനങ്ങളും ഉണ്ടാക്കിയും കഴിക്കാം. നമ്മൾ സാധാരണ അരിമാവ് കൊണ്ടുണ്ടാക്കുന്ന പല സാധനങ്ങളും ഇതുകൊണ്ടും ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് കുതിർത്ത് ശരിക്കും വാഷ് ചെയ്യുകയും വേണം. കാരണം എന്താ വെച്ചാൽ ഈ കിനോവ സീഡ്സിൽ ചില ആൻറ്റി ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് സാപ്പോനിൻ, ടാനിൻ, ഫൈറ്റിക് ആസിഡ് തുടങ്ങിയ ആൻറ്റി ന്യൂട്രിയൻസ്. ഇവ കൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് മെഗ്നീഷ്യം, അയൺ തുടങ്ങിയവയുടെ അബ്സോർപ്ഷൻ, ആഗിരണത്തെ ഇത് തടസ്സപ്പെടുത്തും. പിന്നെ ബിറ്റർ ടേസ്റ്റിനും കാരണമാകും. നമ്മൾ നന്നായിട്ട് കുതിർത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇവയുടെ സാന്നിധ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഈ കിനോവ സീഡ്സ് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. ചെയ്യേണ്ടത് 1 കപ്പ് കിനോവ സീഡ്സ് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ചൂടാക്കുക. വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കിനോവ സീഡ്സും ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് വരെ നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ഈ വെള്ളമെല്ലാം വറ്റിയിട്ട് ഒരു തിക്ക് മാസായിട്ട് വരും. അതിന് നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ അരിയും ഗോതമ്പും കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമോ അതൊക്കെ നമുക്ക് കിനോവ സീഡ്സ് കൊണ്ടും ഉണ്ടാക്കി കഴിക്കാം. ഇനി നമ്മൾ നേരത്തെ പറയുമ്പോൾ ഫ്ലാക്സ് സീഡ്സും അല്ലെങ്കിൽ ചിയ സീഡ്സും ഒക്കെ പറയുമ്പോൾ ഇത് 2 ടേബിൾ സ്പൂണേ കഴിക്കാൻ പാടുള്ളൂ, 1 ടേബിൾ സ്പൂണേ കഴിക്കാം, അങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ കിനോവ സീഡ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നത് പോലെ 1 കപ്പോ 2 കപ്പോ ഒക്കെ ഒരു നേരം കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിതുകൊണ്ട് അലർജി ഒന്നും ഉണ്ടാകുന്നില്ല. ഗോതമ്പോ അരിയോ ഒക്കെ അലർജി ഉള്ളവർക്ക് ഇതും പ്രശ്നം ഉണ്ടാക്കും. അത് മാത്രം നോക്കിയാൽ മതി, അല്ല ഒരു റെസ്ട്രിക്ഷനുമില്ല. അവസാനമായിട്ട് ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുള്ള ചോദ്യമാണ് ഇത് എവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളത്. ഞാൻ മുമ്പ് ചിയ സീഡ്സ് ചെയ്യുമ്പോഴും ഫ്ലാക്സ് സീഡ്സ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ എനിക്കുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, ഇത് മിക്കവാറും ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ കിനോവ സീഡ്സ് അല്ലെങ്കിൽ കിൻവ സീഡ്സ് അവൈലബിൾ ആണ്. പാക്കറ്റിലും അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ഇതുപോലെ ലൂസായിട്ടും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഓൺലൈൻ സൈറ്റ്സിൽ ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റ്സിലും അവൈലബിൾ ആണ്. വില എത്രയാണെന്ന് ചോദിച്ചാൽ പല റേറ്റിലും അവൈലബിൾ ആണ്. പാക്ഡായിട്ട് വരികയാണെങ്കിൽ നാച്ചുറലി വില കുറച്ച് കൂടുതലായിരിക്കും. ഞാനീ വാങ്ങിയത് ലൂസാണ്. ഈ ലൂസായിട്ട് വാങ്ങിയപ്പോൾ എനിക്ക് 1 കിലോയ്ക്ക് 140 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ വില നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങുക. അപ്പോൾ നമ്മുടെ 5ാമത്തെ സൂപ്പർ ഫുഡായ കിനോവ സീഡ്സ് അല്ലെങ്കിൽ കിൻവ സീഡ്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കാരണം അധികം പേർക്കും ഈ സീഡ്സിനെ കുറിച്ച് അറിയില്ലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.